രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഒരു മഹായുദ്ധത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗഗനം ഗഗനാകാരം, സാഗരം സാഗരോപമം. രാമ രാവണയോർ യുദ്ധം, രാമ രാവണയോരിവ എന്നാണ് ചൊല്ല്. രാമരാവണ യുദ്ധത്തിന് സമം രാമരാവണ യുദ്ധം മാത്രം. അതുപോലെ മറ്റൊന്ന് ഭൂമിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടുകോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകൾ 20, വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഗണ്ണിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചെറിച്ചീടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യ വസിക്കയില്ലത്രമാം. ഭേരി മൃദംഗടക്ക പാണവാനക ദാരുണ വാദ്യങ്ങളും. മേരീ മൃദംഗടക്കാപണവാനക ദാരുണ വാദ്യങ്ങളും. വാരണാശുഷ്ട്രകര ഹരിശാർദൂല സൈരിപസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമര മുൽഗര യഷ്ടിശക്ത്യുച്ഛരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം. യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ദികൾ അദ്രികൾ ഉർവിയും തൽക്ഷണമുദ്ധൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിക്കിലും. ദുശ്യവാനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും. നീലനും സേനയും പൂർവദിഗോപുരേ, ബാലിതനയനും ദക്ഷിണഗോപുരേ. വായുതനയനും പശ്ചിമഗോപുരേ, മായാമാനുഷ്യനാമാദിനാരായണൻ. മിത്രതനയ സൗമിത്രി വിഭീഷണമിത്ര സംയുക്തനായി ഉത്തരദിക്കിലും. യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. എത്ര മനോഹരമായി തൻ്റെ കാഴ്ചയിൽ കണ്ടതുപോലെയാണ് വാൽമീകി ഈ കാര്യങ്ങൾ വിവരിച്ചത് വാൽമീകി രാമായണത്തിൽ. അത് അപ്രകാരം തന്നെ എഴുത്തച്ഛനും എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തുഴയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാൻ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം. വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടറ്റു വിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പങ്ക്തികൾ ഭിണ്ടിവാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ. ശതഗ്നി എന്ന് പറയുന്നത് ഒരു പീരങ്കിയിൽ നിന്നും 100 എണ്ണം ഒരുമിച്ച് പുറപ്പെടുന്നതാണ്. വളരെ ആധുനികമായ യുദ്ധ സാമഗ്രികൾ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ഓർക്കണം.
ശാമീകരപ്രഭപൂണ്ട ശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തുമറിയാവതിനായി അയച്ചിടിനാൻ ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ. രാത്രിയിൽ ചെന്നാരവരും കവികളായി. രാക്ഷസന്മാര് കവികളായി വേഷം മാറിപ്പോവാ, കുറെ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിരിച്ചുടൻ ഉൽക്കടരോഷേണ കൊല്ലാൻ തുടങ്ങുമ്പോൾ. മാർക്കടന്മാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി വന്നത് രാക്ഷസന്മാരാണ്, വേഷം മാറിയിട്ടാണെന്ന്. ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ര ബുദ്ധ്യാ കൊടുത്താൻ അഭയം ദ്രുതം. അതാ രാമന്റെ ഒരു പ്രശ്നം. ആര് തന്നെ വന്ന് അഭയന്ദ്രനെന്ന് വിളിച്ചു കരഞ്ഞാൽ പിന്നെ രാമൻ രണ്ടാമത് ചിന്തിക്കില്ല. ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ. മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസ്സും ധനുസ്സും ഇതെന്നുടൻ വാമാക്ഷിതൻ മുന്നിലാം മാറുവെച്ചിടിനാൻ. ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണുകിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനന്നേരം. എന്തെല്ലാം സാമർഥ്യങ്ങളാണ് രാവണൻ പുറത്തെടുക്കുന്നത് നോക്കൂ. രാമന്റെ തലയുമായിട്ടാണ് വന്നത്. തന്നെ ഉപയോഗിച്ച് രാമന്റെ തലയും ആയുധവും ഒക്കെയായി സീതയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ കഴിഞ്ഞു, രാമന്റെ കഥയൊക്കെ കഴിഞ്ഞു, ഇനി രാമനെ കാത്തിരിക്കണ്ട, നീ എന്റെ കൂടെ പൊരിക എന്ന് സീതയോട് പറയാം. വൈദേഹി തന്നോട് ചൊന്നാൽ സരമയും ഖേദമശേഷേ കളയ നീ. എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ. വൈദേഹി തന്നോട് ചൊന്നാൽ സരമയും ഖേദമശേഷമകലെ കളക നീ. എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ. നല്ലവണ്ണം വരും 4 നാളുള്ളിലിങ്ങില്ലൊരു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. ഇത്തം സരമാ സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ശത്രു ബന്ധനത്തിൽ അകപ്പെട്ടു പോയാൽ പോലും നമ്മുടെ സഹായത്തിന് ആളുകൾ അവിടെ ഉണ്ടാവും. സീതയുടെ സഹായത്തിന് നോക്കൂ, സരമയുണ്ട് അവിടെ. സരമ നല്ല വാക്കുകൾ പറയാണ്, സീതയെ ഇതൊക്കെ രാക്ഷസന്മാരുടെ മായാജാലങ്ങളാണ്, ഇത് കണ്ടൊന്നും പരിഭ്രമിച്ചു പോകരുത്, അവിടുത്തെ രാമന് യാതൊരു ആപത്തും വരില്ല, 4 നാൾക്കകം എല്ലാം നേരെയാവും എന്ന് സരമ പറയാം. മംഗലദേവതാ വല്ലഭാജ്ഞാവശാലങ്കദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാം മാറു വച്ചിടുക വൈകാതെ. യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായികിലത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ. ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ. നാണം നിനക്കേതുമില്ലയോ മാനസേ. ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതിക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകുന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചരവീരനും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെ അപ്രാസാദവും തകർത്തിടിനാൻ. ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾസുതൻ എന്നിവരാധിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലുനില്ലെന്നു പറഞ്ഞടുക്കുന്നേരം. ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൽകരജാലവും.
ശക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ ശുക്രചകജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിൻ നടുത്താരർക്കരും. അരക്കന്മാർ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാര്. ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിൻ നടുത്താരരക്കരും. ഒരു വശത്തുനിന്ന് വാനരന്മാര് എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും എടുത്ത് കല്ലും വൃക്ഷങ്ങളും ഒക്കെ എടുത്ത് യുദ്ധത്തിന് വരിക, മറുവശത്ത് നിന്ന് അസ്ത്രങ്ങളും വാളും ഗതയും ഒക്കെ എടുത്തുകൊണ്ട് രാക്ഷസന്മാര്. വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികനിനാദവും. എങ്ങും ശബ്ദമയമാണ്, പല വിധത്തിലുള്ള ശബ്ദങ്ങൾ. തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംഭാരി മുമ്പാം നിലിംബരും കിന്നര കിം പുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവ സിദ്ധ്യ വിദ്യാധര ചാരണാന്ത്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാം ഇന്ദ്രജിത്തേറ്റാനതു നേരം അംഗദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. ഇന്ദ്രജിത്തും അംഗദനും തമ്മിലാണ് ആദ്യം യുദ്ധം. ഇന്ദ്രജിത്ത് അതിശക്തനാണ്. ലോകത്തില് അതിശക്തരായ രാക്ഷസന്മാരിൽ ഒരാളാണ് ഇന്ദ്രജിത്ത്, രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത്. ഒരു വിധത്തിലുള്ള മഹാചാപങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. തപസ്സുകൊണ്ട് പല കഴിവുകളും നേടിയെടുത്തിട്ടുണ്ട് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ ആൾ. ഒരുപക്ഷെ രാമനേക്കാൾ ലക്ഷ്മണനാണ് അസ്ത്രശസ്ത്രങ്ങളിൽ പ്രാവീണ്യമെന്ന് ചിലരെങ്കിലും പറയുന്നത് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുന്നതുകൊണ്ടാണ്. ഏതായാലും അംഗദനും ഇന്ദ്രജിത്തും തമ്മിലാണ് പോര്. സൂതനെ കൊന്നു തേരും തകർത്തിയിടിനാൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. ഇന്ദ്രജിത്തിന്റെ മറ്റൊരു പേരാണ് മേഘനാഥൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്മലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടെറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും നീരൻ നികുംഭനോടേറ്റൻ തപനനെ കാലപുരത്തിൻ അയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടക ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിതി തന്നിൽ വീണീടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്ത് അമ്പരാന്തേ മറഞ്ഞിടിനാൻ. ഒരു രക്ഷയില്ല. ഇന്ദ്രാത്മജാത്മജനോടേറ്റ്, അതായത് ഇന്ദ്രപുത്രനായ ബാലിയുടെ പുത്രനോട് യുദ്ധം ചെയ്ത് തോറ്റ് ഒളിച്ചിരിക്കുകയാണ് മേഘനാഥൻ മേഘങ്ങൾക്കിടയിൽ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതുപത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിരുന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നുലങ്കാപുരം തന്നിൽ മേവീടിനൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ഹാഹ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ. സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉൾക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ. അബ്ധിതോയം ദ്വിധ ഭിത്വാ സുഭക്ഷയുഗ്മോദ്ധൂതലോകത്രയത്തോടതിദ്രുതം നാഗാരിരാമപാദം വണങ്ങിയിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ താർക്ഷ്യനും
മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തൻ യോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം. നന്നു നന്നെത്രയുമെന്നേ പറയാവൂ, ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചെന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തൂറുമലാതവും കൈക്കൊണ്ടു ഭിത്തിതന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നോർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. വാനരന്മാര് പോയിട്ട് രാവണനെ പ്രകോപിപ്പിക്കുക, പുറത്തു പോയി പറയാ നിങ്ങൾ ആണത്തുണ്ടെങ്കിൽ പുറത്തു വരൂ, എന്തായി പേടിച്ചൊളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാവണൻ ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന അസുരനെ പറഞ്ഞയക്കുക. ക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായിതു യുദ്ധവും എത്രയും. വേലസിവെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഘഗദാദികൾ കൈക്കൊണ്ടു വാരണവാതിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളാകിയ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതും ഒട്ടുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി ദർക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്ത് ഒന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗതയുമെടുത്തുടൻ പാരിലാം മാറു ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരയൊടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയേ പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടും ബർപ്പുരത്തിങ്കൽ അമാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. എന്തൊരു നല്ല പ്രയോഗ! മാരുതിയുടെ അതിശക്തമായ ഏറുകൊണ്ടപ്പോ കഥ കഴിഞ്ഞു ധൂമ്രാക്ഷന്റെ. ധൂമ്രാക്ഷനേറുകൊണ്ടും ബർപ്പുരത്തിങ്കലമാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. ബാക്കിയുള്ള വാനരന്മാരൊക്കെ ലങ്കയില് ഉള്ളിലേക്ക് കടക്കുക. ഇപ്പൊ രാക്ഷസ സ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്ത്രാരിപ്രവരൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോക യുദ്ധത്തിനായി. ഇനിയൊന്നും ആലോചിക്കാനില്ല. അതിശക്തനായ വജ്രദംഷ്ട്രൻ ഇവിടെയുണ്ട്. അയാളാണ് ഇനി യുദ്ധത്തിന് പോകേണ്ടത്. അവരെ പറഞ്ഞയക്കാം. മാനുഷ വാനരന്മാരെ ജയിച്ചഭിമാന കീർത്തിയ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജനോടെതിർത്തിയിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത് ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാ ശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചുര മഹാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാര സംഖ്യമായി. അങ്ങോട്ടിങ്ങോട്ടുള്ള ഏറും ആയുധങ്ങളുടെ പ്രയോഗവും കൊണ്ട് കുറെ രാക്ഷസന്മാരും അതിലേറെ വാനരന്മാരും മരിച്ചു കഴിഞ്ഞു. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പല വഴി
നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. എല്ലാ യുദ്ധങ്ങളും നഷ്ടങ്ങളുടെയും വേദനയുടെയും വേർപാടിന്റെയും മുറിവിന്റെയും രക്തത്തിന്റെയും കഥകൾ മാത്രമേ പറയുന്നുള്ളൂ. ഏത് മഹാലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും യുദ്ധം എപ്പോഴും ദുഃഖം മാത്രമേ മനുഷ്യരാശിക്ക് സമ്മാനിച്ചിട്ടുള്ളൂ. ഈ യുദ്ധവും അങ്ങനെ തന്നെ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവൂ വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. ഒരു വാളെടുത്ത് കഴുത്തിനെ അറുത്ത് കളഞ്ഞു വജ്രദംഷ്ടന്റെ. അക്കഥേട്ടാശുനത്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻ പടയോടുമയച്ചാനതു നേരം കമ്പമുണ്ടായതുമേദിനിക്കന്നേരം. ഇനി വരാൻ പോകുന്ന അകമ്പനൻ എന്ന അസുരനാണ്. ദുശ്യവനാരിപ്രവരൻ അകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. പാവം അകമ്പനന് അധിക സമയമൊന്നും പിന്നെ ശേഷിച്ചില്ല. നേരെ ചെന്നത് ഹനുമാന്റെ മുന്നിലാണ്. ഹനുമാന്റെ മുന്നിൽ ചെന്ന് വിട്ടാൽ പിന്നെ പറയാനുണ്ടോ? നിമിഷ നേരം കൊണ്ട് കഥ കഴിച്ചു ഹനുമാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പരംഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൻ നിജരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം. രാവണൻ തന്നെ ഇറങ്ങി കാഴ്ചകൾ കാണാൻ. എന്തൊക്കെയാണിപ്പോ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ നഷ്ടങ്ങളാണ് തനിക്ക് വന്ന് പതിഞ്ഞിട്ടുള്ളത് ഒന്ന് കാണണം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നുകൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായികയോ. അല്ല, ഇനി ആരാണ് ഈ രാമനോടും ലക്ഷ്മണനോടും ഏറ്റുമുട്ടാനായി മുന്നോട്ട് പോകേണ്ടത്? ഇനി ആരുമില്ലേ എന്ന് ദേഷ്യത്തോടുകൂടി രാവണൻ ചോദിക്കുക. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽ എന്ന് കേട്ടവൻ പോകുന്നതിന്നു ഞാൻ എന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനം പ്രഹസ്തൻ മഹാരഥൻ കുംഭഹനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻ പടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളും ഉണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രഗഗ്ഗ പ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെയൊലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലരോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരിപുക്കിരും നരുക്കിടിനാൻ. സേനാപതിയും പടയും മരിച്ചിതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ഇനി ആരാ ബാക്കി? രാവണന്റെ സേനാധിപതിയായിരിക്കുന്ന പ്രഹസ്തന്റെ പോലും കഥ കഴിഞ്ഞിരിക്കുന്നു. അതിശക്തരായ വാനരന്മാര് തന്നെയാണ് ഭൂരിഭാഗം രാക്ഷസന്മാരുടെയും കഥ കഴിക്കുന്നത്. അപ്പോ രാവണൻ ഇനി ഞാൻ തന്നെ പുറപ്പെടാം എന്ന് മാത്രമേ നിർവാഹമുള്ളൂ. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പൂന്നീടുക നമ്മുടെ തേരും വരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും
നീലത്തളകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ നത്തഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേതാന്ത്ര സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണടോ ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം. സമയമായിരിക്കുന്നു. എല്ലാ രാക്ഷസന്മാരും ഇതാ രാവണനോടൊപ്പം എന്റെ നേരെ വരുന്നുണ്ട്. ഇവരാരൊക്കെയാണെന്ന് നീ ഒന്ന് പരിചയപ്പെടുത്തി തരൂ വിഭീഷണ എന്ന് രാമൻ വിഭീഷണനോട് പറയാം. വിഭീഷണൻ ജ്യേഷ്ഠനെ കൈവിട്ട് ശത്രുവായ രാമന്റെ സമീപത്തെത്തിയിരിക്കുന്നു. ഇതിൽ രാക്ഷസത്വത്തിൻ്റെതായ ഒരു യുക്തിരാഹിത്യം വിഭീഷണനുണ്ടോ എന്ന ഒരു സംശയമില്ലാതെയില്ല. ഏതായാലും ധർമ്മ ചിന്തയിൽ നോക്കുകയാണെങ്കിൽ വിഭീഷണൻ തന്നെയാണ് ശരി. അസത്യത്തോടൊപ്പം തിന്മയോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് ശരി എന്ന വിഭീഷണന്റെ ശരിയെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നത്തെ